മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം. ഓഗസ്റ്റ് 29 വരെ കേസിൽ സെഷൻസ് കോടതിയിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഡ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗവർണറുടെ പ്രോസിക്യൂഷൻ നോട്ടീസ് സ്വീകരിച്ചതോടെയാണ് കേസിന്റെ തുടക്കം. ഈ നോട്ടീസിനെ ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി. ഹർജിയിൽ വാദം കേട്ടതിനെ തുടർന്ന് കേസ് ഓഗസ്റ്റ് 29 മാറ്റിവെക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. ഇക്കാലയളവിൽ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കരുതെന്ന് സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി കൂടുതൽ നിർദ്ദേശം നൽകുന്നതുവരെ സിദ്ധരാമയ്യക്കെതിരായ നിയമ നടപടികളെ ഈ നീക്കം ഫലപ്രദമായി വൈകിപ്പിക്കും. ഓഗസ്റ്റ് 29 മുമ്പ് സെഷൻസ് കോടതി കേസിൽ വിധി പറഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ നിലവിലെ നടപടികൾ അസാധുവാക്കിയേക്കും. സ്നേഹമയി കൃഷ്ണയും TJ എബ്രഹാമും നൽകിയ സ്വകാര്യ ഹർജിയുമായി ബന്ധപ്പെട്ട എല്ലാ വാദം കേൾക്കലും ഓഗസ്റ്റ് അവസാനം വരെ മാറ്റിവെക്കാൻ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി തുടർവിധി പുറപ്പെടുവിക്കുന്നതുവരെ മുഡ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയ്ക്ക് ഉടനടി നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ഈ തീരുമാനത്തിന്റെ അർത്ഥം. മലയാളിയായ TJ എബ്രഹാം, പ്രദീപ് കുമാർ, സ്നേഹമയി കൃഷ്ണ എന്നിവരാണ് സിദ്ധരാമയ്യക്കെതിരായി പരാതി നൽകിയത്. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി മൈസൂരു വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കയ്യേറിയെന്നാണ് ആരോപണം. അതേസമയം സംസ്ഥാനത്ത് രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാക്കാനും ഭരണം തടസ്സപ്പെടുത്താനുമാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് സിദ്ധരാമയ്യയുടെ വാദം.